നമസ്കാരം. ഒരിക്കൽ ഒരാൾ വയലാർ രാമവർമ്മയോട് ചോദിച്ചു, കവി എന്ന നിലയിൽ അറിയപ്പെടുന്ന താങ്കൾ കേവലം സിനിമാ ഗാനങ്ങൾക്ക് വേണ്ടി ഭാവന അടിയറവ് വെക്കുന്നത് ശരിയാണോ? അതിന് വയലാർ നൽകിയ മറുപടി ഇതായിരുന്നു: ചലച്ചിത്ര ഗാനങ്ങളെ സാഹിത്യരൂപമായി കാണാൻ കഴിയാത്തവരോട് എനിക്ക് മറുപടിയില്ല. ഒറ്റ ശ്ലോകങ്ങളെയും ഭാവഗീതങ്ങളെയും സാഹിത്യരൂപമായി ഗണിക്കാമെങ്കിൽ ഇതും അത്തരത്തിൽപ്പെട്ടതാണ്. ആരാണ് ഏറ്റവും നല്ല പാട്ടെഴുത്തുകാരൻ എന്ന് ചോദിച്ച വ്യക്തിയോട് സംശയലേശമില്ലാതെ വയലാർ രാമവർമ്മ എന്ന് മറുപടി പറഞ്ഞതും രസകരമായ സംഭവമാണ്. പ്രണയത്തെ ഇത്രയും മനോഹരമായി ചിത്രീകരിച്ച മറ്റൊരു ഗാനരചയിതാവില്ല. വസുമതി ഋതുമതി ഇനിയുണരൂ ഇവിടെ വരൂ ഈ ഇന്ദുപുഷ്പഹാരമണിയു എന്ന ഗാനം നോക്കൂ. ഭാഷയുടെ ഏറ്റവും മനോഹരമായ സമ്മേളനം കൊണ്ട് ഉദാത്തമായൊരു കൊച്ചു കവിത തന്നെയാണത്. അതുപോലെ എത്രയെത്ര ഗാനങ്ങൾ. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ. ഉത്തരായന കിളിപാടി ഉന്മാദിനിയെപ്പോലെ പൊന്നും വളയിട്ട വെണ്ണിലാവേ നിന്നെയൊന്ന് ചുംബിച്ചോട്ടെ. വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ. വെണ്ണ തോൽക്കുമുടലോടെ ഇളം വെണ്ണിലാവിൻ തളിർപോലെ കാറ്റിനു കുളിരുകോരി കടൽ കിളി കാട്ടാറിൽ കുളിച്ചുകേറി പ്രേമിക്കും തോറും മുഖശ്രീ കൂടുമെൻ കാമുകിയൊരു ദേവതയായി. ചിത്രശിലാ പാളികൾ കൊണ്ടൊരു ശ്രീകോവിലകം ഞാൻ തീർത്തു. അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിന്റെ വിഗ്രഹം കണ്ടെടുത്തു. ഹിമവാഹിനി ഹൃദയഹാരിണി നിനക്കോ എൻ്റെ പ്രിയമുള്ളവൾക്കോ മാദക സൗന്ദര്യം. സഹ്യാദ്രി സാനുക്കൾ എനിക്കു നൽകിയ സൗന്ദര്യ ദേവത നീ. സംക്രമ പുലരികൾ അണിയിച്ചൊരുക്കിയ സങ്കല്പ ദേവത നീ. ജനുവരിയുടെ മുടി നിറയെ ജമന്തിപ്പൂക്കൾ, എൻ്റെ പ്രിയതമയുടെ ചുടി നിറയെ സുഗന്ധിപ്പൂക്കൾ. മംഗലം കുന്നിലെ മാൻപേടയോ മരതകക്കാട്ടിലെ മയിൽപേടയോ തങ്കനൂപുര മണികൾ കിലുക്കി തപസുണർത്താൻ വന്ന മേനകയോ. മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിൻ നയനങ്ങൾ. അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. തളിർവലയോ താമരവലയോ താലിപ്പൊൻവലയോ നിൻ ശൃംഗാരച്ചിപ്പിയിൽ വീണത് സ്വപ്നവലയോ പുഷ്പവലയോ. ഉറങ്ങിക്കിടന്ന ഹൃദയം നീ ഉമ്മവച്ചുണർത്തി. മനസ്സിൽ പതഞ്ഞ മധുരം നീ മറ്റൊരു പാത്രത്തിൽ പകർത്തി. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണെ, നിന്റെ അരഞ്ഞാണച്ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ? എന്നിങ്ങനെ അവസാനമില്ലാത്ത എത്രയെത്ര ഗാനങ്ങൾ. വയലാറിൻ്റെ പ്രണയഭാവന കൈവെക്കാത്ത തലങ്ങളില്ല. ഭാരതപ്പുഴയിലെ ഓളങ്ങളും ആലുവാപ്പുഴയുടെ തീരങ്ങളും പാടിയ എത്രയെത്ര പ്രണയ കവിതകൾ. ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ, ഈശ്വരൻ ജനിക്കും മുമ്പേ പ്രകൃതിയും കാലവും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമൊരനുഭൂതി. പ്രേമം എന്ന ദിവ്യമായ അനുഭൂതിയെപ്പറ്റി വയലാർ എഴുതിയ ഈ ഗാനം പോലെ അനശ്വരമായ വരികൾ മറ്റേതുണ്ട്? വയലാർ ഗാനങ്ങൾ വെറും പാട്ടുകളായിരുന്നില്ല, സമ്പുഷ്ടമായ കാവ്യബിംബങ്ങളുടെ അക്ഷയഖനിയായിരുന്നു. നിലാവിൽ ജ്വലിക്കുന്ന ചന്ദ്രകാന്തം പോലെ അവ നമ്മുടെ മനസ്സുകളെ പ്രകാശപൂരിതമാക്കി. മനസ്സൊരു മയിൽപേട, മണിച്ചിറകുള്ള മയിൽപേട, മാരിപ്പൂ കണ്ടും മാനപ്പൂ കണ്ടും മതിക്കും മയിൽപേട എന്ന ഗാനം മതി വയലാർ ഗാനങ്ങളിലെ കാവ്യബിംബങ്ങളുടെ ആഴമറിയാൻ. അസ്ഥികൾ അഴിയിട്ട ഉടൽക്കൂട്ടിലെ പാവം തടവുകാരിയായി മനസ്സിനെ സങ്കല്പിച്ച കവി മറ്റാരുണ്ട്? സ്വപ്നങ്ങളതിനെ വലവീശി പിടിച്ച് സ്വർഗ നർത്തകിയാക്കുന്ന പോലും. അസാമാന്യമായ കൽപ്പനയാലും കാവ്യബിംബങ്ങളാലും സമ്പന്നമായ ആ ഗാനം വയലാറിലെ യഥാർത്ഥ കവിയെ വരച്ചു കാണിക്കുന്നു. പ്രണയം പോലെ പ്രണയഭംഗങ്ങളെയും വളരെ വാചാലമായാണ് വയലാർ ആവിഷ്കരിച്ചത്. നെഞ്ചു പൊട്ടിക്കരയുന്ന എത്രയോ കാമുക ഹൃദയങ്ങളെ വയലാർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം എന്നും, സന്യാസിനി എന്നും, ആശ്ചര്യ ചൂടാമണിയെന്നും, കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ എന്നും, പ്രേമഭിക്ഷുകിയെന്നും, മാനസമൈനെ വരൂ എന്നും എഴുതപ്പെട്ട വയലാർ ഭാവന ഇന്നും നമ്മുടെ മനസ്സിൽ വികാരത്തിൻ്റെ ഓളക്കുത്തുകൾ തീർക്കുന്നു. വയലാറിൻ്റെ ഓരോ ഗാനവും ലക്ഷണമൊത്ത ഓരോ കുഞ്ഞു കവിത തന്നെയായിരുന്നു. മോഹങ്ങളും സ്വപ്നങ്ങളും ആശകളും നിരാശകളും സന്തോഷവും സങ്കടവും എല്ലാം പൂർണ്ണ നിറവോടെ അദ്ദേഹം തൻ്റെ ഗാനങ്ങളിലേക്ക് ആവാഹിച്ചു. സിനിമ അങ്ങനെ ദൃശ്യവിസ്മയം മാത്രമല്ല, ആലോചനാമൃതങ്ങളായ ഗാനങ്ങളുടെ കലവറ കൂടിയായി. ശരാശരി നിലവാരം പുലർത്തുന്ന സിനിമകൾ പോലും വയലാർ എഴുതിയ സുഭഗവും ശ്രുതിമാധുര്യമൂറുന്നതും അർത്ഥഗാംഭീര്യവുമുള്ള ഗാനങ്ങളാൽ വിജയിച്ചു. കറുപ്പിലും വെളുപ്പിലും കഥ പറഞ്ഞിരുന്ന സിനിമകളുടെ തിരശീലയിൽ ഗാനരചന വയലാർ എന്ന ടൈറ്റിൽ കാണുമ്പോഴേ മനസ്സ് നിറഞ്ഞിരുന്ന ഒരു കാലം. സ്ത്രീയെ എന്നും ആദരവോടുകൂടിയേ വയലാർ കണ്ടിട്ടുള്ളൂ. കുപ്പിച്ചില്ലുകളും റോസാദളങ്ങളും എന്ന ആത്മകഥാപരമായ പുസ്തകത്തിൽ ഇതേപ്പറ്റി വയലാർ പറയുന്നുണ്ട്. പുരുഷൻ സഞ്ചാരിയാണ്. സ്ത്രീ പ്രസവിക്കുന്നവളായതിനാൽ അവൾക്ക് ഏകാന്തതയും വിശ്രമവും ആവശ്യമായിരുന്നു. അങ്ങനെ ഇലകളും കമ്പുകളും കൊണ്ട് പുരുഷൻ അവൾക്കായി വിശ്രമ സങ്കേതങ്ങൾ ഒരുക്കി. അവൾ പ്രസവിച്ചു. പിറന്നു വീണ കുഞ്ഞിനെ പാലൂട്ടി സ്നേഹമൂട്ടി വളർത്തി.
അവൻ്റെ കൊഞ്ചലിനൊത്ത് അവൾ കൊഞ്ചി. ഭാഷയുടെ പ്രകാശരേണുക്കൾ അവൻ്റെ മനസ്സിൽ വിതറി. അധ്വാനിച്ച് തളർന്നു വരുന്ന പുരുഷൻ ഓരോ വരവിലും ജീവിതത്തിൻ്റെ ഓരോ പാഠങ്ങൾ അവളിൽ നിന്നും പഠിച്ചു തുടങ്ങി. കിട്ടുന്നതിൽ ഒരംശം അവൾ നാളേക്കായി മിച്ചം വെച്ചു. അങ്ങനെ കുടുംബം എന്ന ശക്തമായൊരു ബന്ധം നിലവിൽ വന്നു. അറിവിൻ്റെയും കലയുടെയും ഐശ്വര്യത്തിൻ്റെയും അതിദേവതയായി സ്ത്രീ മാറി. പക്ഷേ പരശുരാമൻ എന്ന ഉഗ്രമായ പുരുഷപ്രതീകം അതിനെ കീഴ്മേൽ മറിച്ചു. മാതാവായ രേണുകയുടെ ഗളച്ഛേദം പിതാവിൻ്റെ കൽപ്പനക്കൊത്ത് നിർവഹിച്ചതോടെ മാതൃസങ്കല്പം പുലർന്നിരുന്ന സമൂഹം പുരുഷാധിപത്യത്തിന് വഴിമാറി. സ്നേഹത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും അപാരമായ ശക്തിയുടെ മേലാണ് പരശുരാമൻ്റെ മഴുപതിച്ചത്. എത്ര ലളിതമായാണ് ഒരു സമൂഹത്തിൻ്റെ ചുവടുമാറ്റം വയലാർ വരച്ചിട്ടത്. വയലാർ എഴുതിയ ഈ പാട്ട് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതല്ല, തിരകൾ വന്ന് തിരുമുൽക്കാഴ്ച നൽകിയതല്ല, മയിലാടും മലകളും പെരിയാറും സഖികളും മാവേലി പാട്ടുപാടും ഈ മലയാളം. സ്ത്രീ എന്ന പ്രതിഭാസത്തെയാണ് വയലാർ ഗാനങ്ങളിലൂടെ ഏറ്റവും സുന്ദരമായി ആവിഷ്കരിച്ചത്. സ്ത്രീയെ ആരാധിക്കാനായിരുന്നു പ്രണയിക്കുന്നതിനേക്കാൾ വയലാറിനിഷ്ടം. ചക്രവർത്തിനി നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതുകം പുറത്തുവെക്കു നീ നഗ്നപാതയായി അകത്തുവരൂ. എത്ര ആരാധന കലർന്ന ക്ഷണം! അത് നിരസിക്കുവാൻ ഏത് പെണ്ണിനാണ് കഴിയുക? അതുപോലെ മൂകമായി നിന്റെ ജ്വലിക്കുന്ന സൗന്ദര്യം മോഹിച്ചിരുന്നു ഞാൻ എന്നും, പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കുമെന്നും, നിത്യകാമുകി ഞാൻ നിൻ മടിയിലെ ചിത്രവിഭഞ്ജികയാകാൻ കൊതിച്ചുവെന്നും, വിരഹിണി പ്രേമവിരഹിണി ഈറൻ കണ്ണുമായി നിന്നെയും തേടി ഞാൻ ഈ അരക്കില്ലത്തിൽ വന്നു എന്നും, നിങ്ങൾ പൂവിടർത്തിയ സരോവരത്തിലൻ ദേവിയുണ്ടോ ദേവിയെന്നും, നാദസിരകളിൽ പ്രിയദർശിനി നിൻ മോതിര കൈവിരൽ ഒഴുകുമ്പോൾ താനേ പാടാത്ത തന്ത്രികളുണ്ടോ താളം പിടിക്കാത്ത ഹൃദയമുണ്ടോ എന്നും, കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം നിനക്കഭിനന്ദനമെന്നും, കർപ്പൂര കുന്നും ചെരുവിൽ കളനൂപുര ശിഞ്ചിതമോടെ വരുമിവളെ സ്വീകരിക്കാൻ വഴിനീളെ പട്ടുവിരിപ്പു എന്നും, മുകളിൽ അൾത്താരയിൽ മരതകക്കുമ്പിളിൽ മെഴുകുതിരികൾ പൂവിടുമ്പോൾ ചിരികൊണ്ടു നിലാവിന് നിറം കൂട്ടുമിവളെ ഞാൻ ചിറകുള്ള പൂന്തേരിൽ കൊണ്ടുപോണുവെന്നും എത്രയോ ആരാധനാ മന്ത്രങ്ങൾ നാം കേട്ടു. സ്ത്രീയുടെ മനസ്സ് ഒരുപക്ഷെ സ്ത്രീയേക്കാൾ മനസ്സിലാക്കിയ കവിയാണ് വയലാർ. അമ്മയായും കാമുകിയായും ദേവതയായും ആ കവിതകളിൽ സ്ത്രീ നിറയുന്നു. അമ്മയോടുള്ള തൻ്റെ ഗാഢമായ ആത്മബന്ധം കുറിച്ചിട്ട അമ്മയമ്മേ അവിടുത്തെ മുമ്പിൽ ഞാനാര് ദൈവമാര് എന്നൊരൊറ്റ ഗാനം കൊണ്ട് സ്ത്രീയെ ദൈവത്തേക്കാൾ ഉയരത്തിൽ പ്രതിഷ്ഠിക്കുന്നു വയലാർ. ഈശ്വരനെ പോലും പെറ്റു വളർത്തിയതൊരമ്മയാണല്ലോ. അവരുടെ പാദങ്ങളിലാണ് മക്കളുടെ ജീവസ്വപ്നങ്ങൾ പൂത്തു തളിർക്കുന്നത്. അപ്പോൾ പിന്നെ ഭൂമിയിലെ കൺകണ്ട ദൈവവും അമ്മ തന്നെ. പെണ്ണായി പിറന്നാൽ കണ്ണീര് കുടിക്കണമെന്നത് വിധിയുടെ കല്ലിനെ പോലും പിളർക്കുന്ന നീതിസാരം. തീരാത്ത ദുഃഖത്തിൻ തീരത്തൊരു നാൾ സ്ത്രീയായി ദൈവം ജനിക്കണം, ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ മേയും നാട്ടിൻ പുറത്ത് വളരേണം എന്ന് വയലാർ എഴുതിയത് അതിനോടുള്ള അമർഷം കൊണ്ടാവണം. പ്രാണസർവസ്വമായി സ്നേഹിച്ചൊരാളിനെ പ്രണയവിവാഹം കഴിക്കണം, അവൾ അവന് വിളക്കായി എരിയണം. പെണ്ണിൻ്റെ കണ്ണീരിൻ ആഴവും താപവും അന്നേ മനസ്സിലാവൂ, ദൈവത്തിന് അന്നേ മനസ്സിലാവൂ എന്നും അദ്ദേഹം എഴുതി. എത്ര ശക്തമായ വരികൾ! പുരുഷൻ ജീവിതത്തെ ഭൗതികവും ഭൗതികവുമായി സമീപിക്കുമ്പോൾ സ്ത്രീ ആത്യന്തം വൈകാരികമായാണ് അതിനെ നേരിടുന്നത്. സ്നേഹവും കരുതലും അവൾക്കല്പം കൂടുതലായതാവാം കാരണം. അതിനെക്കുറിച്ചും വയലാർ എഴുതിയിട്ടുണ്ട്. തൻ്റെ പ്രേമവതിയായ കാമുകി താമസിക്കുന്ന ഗ്രാമം കാമുകന് സ്വർഗത്തേക്കാൾ സുന്ദരമായി തോന്നുന്നതിന് മറ്റെന്താവാം കാരണം? ദൈവം എന്ന ശക്തിയെ കല്ലിലോ വിഗ്രഹത്തിലോ ഒതുക്കി നിർത്താൻ വയലാർ ഇഷ്ടപ്പെടുന്നില്ല. ദൈവം അനാദിയും അരൂപിയുമായ ഒരു ചൈതന്യമാണ് എന്നാണ് വയലാർ പറയാതെ പറഞ്ഞത്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കും, അല്ലാത്ത അവസ്ഥയിൽ ദൈവം മരിക്കും. ജീവിക്കുമ്പോൾ നൽകാൻ മടിക്കുന്ന സ്നേഹവും ആർദ്രതയും മരിച്ചു കഴിഞ്ഞ് നൽകിയിട്ടെന്തു കാര്യം? മരിച്ചു ചെന്നാൽ സ്വർഗകവാടം തുറക്കുമത്രേ ദൈവം. പക്ഷേ പിറന്ന മണ്ണിൽ മനുഷ്യപുത്രന് നിറഞ്ഞ ദുഃഖം മാത്രം എന്ന് കണ്ടറിയുന്ന വയലാർ പണക്കാരൻ്റെ പൂജാമുറിയിൽ പാൽപ്പായസം കുടിച്ചാനന്ദിക്കുന്ന ദൈവത്തെ മാത്രമേ നിന്ദിക്കുന്നുള്ളൂ. ഈശ്വരൻ ഹിന്ദുവോ ഇസ്ലാമോ ക്രിസ്ത്യാനിയോ ഇന്ദ്രനോ ചന്ദ്രനോ അല്ല അദ്ദേഹത്തിന്. അങ്ങനെ ഏതെങ്കിലും ചട്ടക്കൂടിനകത്ത് തളച്ചിടപ്പെടേണ്ട ഒന്നല്ല ഈശ്വരൻ. സത്യം പറഞ്ഞ ക്രിസ്തുവിനെയും നബിയെയും സോക്രട്ടീസിനെയും ചതിച്ച മനുഷ്യനെയാണ് വയലാർ വിമർശിച്ചതും പരിഹസിച്ചതും. യാന്ത്രികമായ ജീവിതത്തിൻ്റെ ആവർത്തന വിരസമായ ഇടവേളകളിലെല്ലാം വയലാർ എഴുതിയ ഈരടികൾ നമ്മൾ അറിയാതെ മൂളിയിരുന്നു. സുഖവും ദുഃഖവും പ്രതീക്ഷയും സ്വപ്നങ്ങളുമെല്ലാം അദ്ദേഹം പാടിത്തന്ന വരികളുടെ അക്ഷരക്കൂടുകളിൽ നാം സൂക്ഷിച്ചു വെച്ചു. സിനിമാ കൊട്ടകകളിൽ നിന്നും വാങ്ങിയ കൊച്ചു പാട്ടുപുസ്തകങ്ങൾ പ്രാർത്ഥന പോലെ മനഃപ്പാടമാക്കി. പ്രണയം വിതുമ്പുന്ന മോഹന സമാഗമ വേളകളിൽ പ്രണയിനികൾ പാരിജാതം തിരുമിഴി തുറന്നുവെന്നും കായാമ്പൂ കണ്ണിൽ വിടരുമെന്നും മൂളി. ദുഃഖം ചിറകടിക്കുന്ന വിടപറച്ചിലുകളിൽ സുമംഗലി നീ ഓർമ്മിക്കുമോ എന്നും സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ നിന്നും ചങ്കുപൊട്ടിപ്പാടി. മതിയാകും വരെ കൊതിതീരും വരെ ഈ നിത്യഹരിത ഭൂമിയിൽ വാഴാൻ കൊതിച്ച മനുഷ്യസ്നേഹിയായിരുന്നു വയലാർ എന്ന വിശ്വകവി.
പാട്ടിൻ്റെ പാലാഴി കടഞ്ഞെടുത്ത് വയലാർ നമുക്ക് പകർന്നു നൽകിയ അമൃതകുംഭം കാലം എത്ര കഴിഞ്ഞാലും ഇവിടെ ബാക്കിയാവും.